ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോ പ്രസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു PDF ഉണ്ടാകുന്ന 2 അല്ലെങ്കിൽ 3 പേജസിനെ ഒരൊറ്റ പേജ് ആക്കിയിട്ട് ഉൾപ്പെടുത്തി എങ്ങനെ പേജസിൻ്റെ എണ്ണം കുറയ്ക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിൽ പലരും പഠിക്കാനുള്ള നോട്ട്സ് ആയാലും അതുപോലെ തന്നെ മറ്റ് പേപ്പേഴ്സ് ആയാലും 2 പേജിനെ ഒറ്റ പേജിലേക്ക് ഷോർട്ടൻ ചെയ്ത് പ്രിൻ്റ് എടുക്കുന്നവരുണ്ടാകും. പക്ഷേ ചില സമയങ്ങളിൽ ഷോപ്പിലുള്ള ചേട്ടന്മാർ പറയും, ഇപ്പോൾ ഷോപ്പിൽ തിരക്കാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറ്റില്ല, വേണമെങ്കിൽ സാധാരണ രീതിയിൽ പ്രിൻ്റ് എടുത്ത് തരാമെന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ പൈസയാണ്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പ്രിൻ്റ് എടുക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്കും ലാഭിക്കാൻ പറ്റും, അതുപോലെ തന്നെ A4 ഷീറ്റും ലാഭിക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ അഡോബ് റീഡർ 11 എന്നൊരു ആപ്ലിക്കേഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പലരുടെയും കമ്പ്യൂട്ടറിൽ ഉണ്ടാകാം. അപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഒരു PDF അഡോബ് റീഡർ 11 വെച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു PDF 32 പേജാണുള്ളത്. അപ്പോൾ ഞാനിവിടെ ഇനി പേജസിൻ്റെ എണ്ണം കുറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് പ്രിൻ്റ് എടുക്കുകയാണ്. ഞാൻ പ്രിൻ്റർ ഇവിടെ മൈക്രോസോഫ്റ്റ് പ്രിൻ്റ് ടു PDF തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര കോപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു കോപ്പിയേ കൊടുക്കുന്നുള്ളൂ. ഞാനിപ്പോൾ പേജസ് 1 തൊട്ട് 32 പേജസും പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പേജിൻ്റെ എണ്ണം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയാണ് വേണ്ടിച്ചാലും ഇവിടെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ പേജ് സൈസ് ആൻഡ് ഹാൻഡ്ലിങ്ങിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടികൾ വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സൈസ് എന്നൊരു ഓപ്ഷനാണ് ഇവിടെ എനേബിൾ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ പേജസ് വരേണ്ടതുണ്ട്, അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം. ഇപ്പോൾ ഇതാ ഇവിടെ ഒരു ഷീറ്റിൽ തന്നെ 2 പേജസ് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ 32 പേജുള്ളൊരു PDF ആയിരുന്നു, അതിപ്പോൾ 16 പേജസായിട്ട് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോർഡർ കൊടുത്തിട്ട് കുറച്ചും കൂടി ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ പ്രിൻ്റ് പേജ് ബോർഡർ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അത് എനേബിൾ ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇതാ അവിടെ ബോർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ പേജസ് പെർ ഷീറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ 1/2 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനതവിടെ 1/3 ആക്കുകയാണ്. അപ്പോൾ ഒരേ ഷീറ്റിൽ തന്നെ 3 പേജസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പ്രിൻ്റ് ചെയ്യുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നതൊന്നും വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഞാൻ 1/2 തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് സേവ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ പ്രിൻ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ എവിടേക്കാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഡെസ്ക്ടോപ്പിലേക്കാണ് സേവ് ചെയ്യാൻ പോകുന്നത്. ഫയൽ നെയിം ഓർ പ്രിൻ്റ് എന്ന് കൊടുക്കണം. ഇനി സേവ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ PDF ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി സെറ്റ് ആയിട്ടുണ്ടോ നോക്കണ്ടേ. അപ്പോൾ നമുക്കൊന്നുകൂടി തുറന്ന് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരു ഷീറ്റിൽ തന്നെ ഇവിടെ 2 പേജസ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 32 പേജസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 16 പേജസ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വല്ല സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്.